ലാലേട്ടൻ്റെ അപ്കമിങ് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോകുലം ഗോപാലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി ഇന്നലെ ചെന്നൈയിലായിരുന്നു ലാലേട്ടൻ. ഇന്ന് കൊച്ചിയിലേക്ക് ലാലേട്ടൻ വരുന്നുണ്ട്. അടുത്ത ആഴ്ച 1 വീക്ക് അബ്രോഡിൽ ഒരു വെക്കേഷനുണ്ട്. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ബബ്ബബ്ബ സിനിമയുടെ ബാക്കിയുള്ള ചിത്രീകരണത്തിലേക്ക് കടക്കും. പാലക്കാടും കൊച്ചിയിലായിരിക്കും ബബ്ബബ്ബ സിനിമയുടെ ഇനിയുള്ള ഷെഡ്യൂൾ. ജയിലർ 2 സിനിമയുടെ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ് ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ലാലേട്ടനും ദിലീപും പെർഫോം ചെയ്ത ബബ്ബബ്ബ സിനിമയിലെ ഫാസ്റ്റ് നമ്പർ സോങ്ങിന് വേണ്ടി ഗോകുലം മൂവീസ് 4 കോടിയോളം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വൻ പരിപാടികൾ തന്നെയാണ് ബബ്ബബ്ബ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നത്. എക്സ് ആപ്പിലെ സിനി ലോകം എന്ന പേജ് തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ത്യാഗരാജ കുമാരരാജ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലേക്ക് ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യുന്നതിന് വേണ്ടി ലാലേട്ടനെ സിനിമയുടെ ടീം സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്യാമിയോ റോളല്ല, മെയിൻ ലീഡ് റോളിലേക്ക് തന്നെയാണ് ലാലേട്ടനെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാടൻ മണികണ്ഠനാണ് ഈ ഒരു സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതുപോലെ മണികണ്ഠനും ത്യാഗരാജ കുമാരരാജയും ചേർന്നാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ലാലേട്ടൻ ഈ ഒരു സിനിമയ്ക്ക് യെസ് പറയുമെന്ന് നമുക്ക് നോക്കാം. 2025 200 കോടി ക്ലബിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ ആകെ 2 മലയാള സിനിമകൾ മാത്രമാണുള്ളത്. എമ്പുരാൻ, തുടരും എന്നീ സിനിമകളാണത്. ആ 2 മലയാള സിനിമകളിലും നായകനായത് ഒരേ ഒരാൾ, മോഹൻലാൽ. എന്തായാലും സ്റ്റാറായും ആക്ടറായും ലാലേട്ടൻ തിളങ്ങിയ ഒരു വർഷം തന്നെയാണ് 2025. ഇനി 2025 സെക്കൻഡ് ഹാഫിലും ലാലേട്ടൻ നമ്മളെ വിസ്മയിപ്പിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.